ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് കല്ലൂമ്മയ്ക്ക് വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. കല്ലൂട്ടിക്ക് 10 മാസമായി. അപ്പം ഇന്ന് കല്ലൂമ്മയ്ക്ക് വാക്സിൻ ഉണ്ട്. അപ്പം ഞങ്ങളത് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് മൊത്തം നമ്മുടെ കല്ലൂമ്മ കരച്ചിലും വഴുക്കും ഒക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ ഇന്ന് നിങ്ങൾക്കും കാണാം. അതാ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുറേ നേരമായിട്ടോ, വെളുപ്പിനെ എഴുന്നേറ്റതാണ്. അപ്പം നമ്മളിനി കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേന് നമ്മൾ പോകും വാക്സിൻ എടുക്കാനായിട്ട്. നമ്മുടെ ഹെൽത്ത് സെൻ്ററിലാണ് നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം പാവടിച്ചക്കട ഹായ് പറയൂ കല്ലൂമ്മ. ഹായ് പുഷ്പ കുഞ്ഞിൻ്റെ അപ്പം നമ്മളൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കല്ലൂട്ടി അപ്പോഴത്തേനും ഉറങ്ങിപ്പോയിട്ട്. അപ്പോൾ ഇതാ അവളും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഡ്രസ്സായിട്ടുണ്ട് പോകുന്ന കാര്യം. കയ്യിലും കാലിലും ഒക്കെ എടുക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഊരി എടുക്കുകയും വേണ്ട, ഊരി എടുക്കണേ തന്നെ എളുപ്പമാണ്. അപ്പോൾ അത് കാരണമായിട്ടോ അതിട്ടത്. അപ്പോൾ ഇതാ ഞാനും അമ്മയും കല്ലൂട്ടിയും കൂടെ കേട്ടോ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് എടുക്കാൻ പറഞ്ഞു. ഇത് കാരണം തിരിച്ച് വീണ്ടും കയറിയിട്ട് ഈ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയും കല്ലൂട്ടിയോടെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നെ നമ്മുടെ വഴിയിൽ. അപ്പോൾ ഇതാ ഞാനങ്ങോട്ട് ചെന്നു. അപ്പോൾ ഇതാ കയറി നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റൽ, ആരോഗ്യ കേന്ദ്രം. അപ്പോൾ ഇതാ ഷീട്ടൊക്കെ എഴുതി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഒന്ന് സൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അത് സൈനൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എൻട്രി ചെയ്യണം കേട്ടോ കമ്പ്യൂട്ടറിൽ. നമ്മൾ ഓരോ മാസം എടുക്കുന്നതും വന്ന് ഇവിടെ കുട്ടീൻ്റെ തൂക്കവും വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എല്ലാം നോക്കിയിട്ട് കേട്ടോ അപ്പുറത്തോട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ അവർ എൻട്രി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളപ്പോൾ വീട് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കേട്ടോ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇതാ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ന്യൂ ബോൺ ബേബിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ 45 ഇഞ്ചക്ഷനായിരുന്നു കേട്ടോ, 45 ഡേയ്സിൽ. അപ്പോൾ നമ്മുടെ കല്ലൂട്ടിൻ്റെ 10 മാസത്തെ വാക്സിനാണ്. അപ്പോൾ ഇതാ ഞാനവിടെ പോയി ഇരിപ്പുണ്ട് കേട്ടോ വാക്സിൻ എടുക്കാനായിട്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ 4 വാക്സിൻ മേടിക്കാൻ പോവാണ് കേട്ടോ. 4 കുത്താണ് കേട്ടോ ഉള്ളത് കുഞ്ഞിന്. അപ്പോൾ എങ്ങനെ കുത്താൻ എനിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിഷമിച്ച് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെയും കൂടുതൽ കരയത്തുള്ളൂ. അപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷയം മാറ്റുമ്പോഴത്തേന് അവൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അവൾ കരച്ചിൽ നിർത്തിക്കോളും. നമ്മളല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൾ ഒന്നുകൂടെ കരച്ചിൽ കൂട്ടാനേ ചാൻസ് ഉള്ളൂ കേട്ടോ. ചാൻസ് എന്നല്ല, അവൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ആദ്യം ഇടത്തെ കയ്യിലാണ് കേട്ടോ എടുക്കുന്നത്. അത് മറ്റേ സ്കിന്നിലാണ് കേട്ടോ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നുള്ളതെല്ലാം നേരിട്ട് കുത്തുകയാണ് കേട്ടോ, കുത്തിയിറക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കല്ലൂട്ടി ഒന്ന് ചിണുങ്ങി കേട്ടോ. ആദ്യം സ്കിന്നിലെടുത്തത് ഒന്ന് ചിണുങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിഷയം ഇങ്ങനെ മാറ്റി നമുക്ക് വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ആൾ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൾക്ക് അടുത്തത് കാലയിലും ഒക്കെ എടുത്തപ്പോഴത്തേന് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇവിടെ നിന്ന് നോക്കാതെ കണ്ണും പൂട്ടിയിരിക്കാൻ കേട്ടോ. പിന്നെ അമ്മ ആരുടെയോ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവരാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ആരാന്ന് പോലും എനിക്കറിയില്ല എടുക്കുന്നത്. അപ്പോൾ അമ്മ ആക്കി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ വെളിയിൽ ഇറങ്ങിപ്പോയി. ആരോ ഫോണിൽ വീഡിയോ എടുക്കുക കേട്ടോ, ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കല്ലൂട്ടി കരയാണ് കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഉണ്ട് കേട്ടോ. വാക്സിനൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേനും നമ്മുടെ കല്ലൂട്ടിൻ്റെ കരച്ചിൽ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ ഇടയ്ക്കൊക്കെ വിഷമം വരുന്നുണ്ട് കേട്ടോ. ഓർത്താണ് കുഞ്ഞ് സങ്കടപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ അത് കാണുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചിണുക്കമുണ്ട്. പിന്നെ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവനെ കണ്ടിട്ട്, അതിലൊരു പയ്യനുണ്ടായിരുന്നു, അവനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം കളിയും ചിരിയും ഒക്കെ ആയിരുന്നു.
അപ്പം അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നുകൊണ്ട് ആൾ കുത്തിയതിൻ്റെ വേദനയും സങ്കടമൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ആ പാലൊക്കെ കുടിക്കാനുണ്ടോ കുഞ്ഞ്. അടുത്തിരുന്ന് കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ടപ്പോൾ എൻ്റെ മോൾക്കും പാൽ കുടിക്കാൻ തോന്നിയിട്ട് കുഞ്ഞും പാൽ കുടിക്കാനുണ്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മളിവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടിയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയുണ്ടോ. അതുവരെ കല്ലൂട്ടീനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ കല്ലൂട്ടി അടങ്ങിയിരിക്കാത്തതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഓടി ഇഴഞ്ഞ് പോകാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കാണ്ട് അവളെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പോലെ ഇവിടെ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരമൊക്കെ എടുത്തുകൊണ്ട് നടന്നു. അങ്ങനെ പിന്നെ അവർ മരുന്നൊക്കെ തന്നിട്ടോ, പാരസെറ്റമോളൊക്കെ തന്നു. 3 നേരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇനി വണ്ടി എടുക്കാൻ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം മഴയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. അപ്പം ഞാൻ ദാ വണ്ടിയൊക്കെ എടുത്തു. അപ്പം നമുക്ക് വിളിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ വീട്ടിൽ എത്തിയിട്ടോ. പിന്നെ വീട്ടിൽ ഇപ്പം സമയം 12:30 ആയി. അപ്പം നമ്മളിതാ വീട്ടിലെത്തി. ഇപ്പം കല്ലൂട്ടി വലിയ കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ചിണക്കവും നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്മ കപ്പലണ്ടി തിന്നുന്നത് കണ്ടിട്ട് അവളും കപ്പലണ്ടി തിന്നാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പം അമ്മ പൊടിച്ച് ഇച്ചിരി കൊടുത്ത് പിന്നെ അങ്ങനെ ഇരിക്കാണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് അവൾക്ക് ചോറ് കൊടുക്കണം. അവൾ ചോറ് കഴിക്കുമെന്നറിയില്ല. അപ്പോൾ കൊടുത്ത് നോക്കണം. അമ്മയൊരു ഡയറി മിൽക്കൊക്കെ കൊടുത്ത് അവളെ ഒന്ന് അടക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്നെ കണ്ടിട്ടുള്ള ഒരു ചിണക്കാണ് ഈ കാണുന്നത്. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവളെ എടുക്കണം. പിന്നെ ഈ വാക്കറിനകത്തൊന്നും അവൾ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാലും കൊണ്ട് ആ വാക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് പോകാം കേട്ടോ. എടുക്കാം അമ്മ എടുക്കാം. കല്ലു കല്ലു ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ കല്ലു. കല്ലുവാവേ കല്ലൂട്ടിക്ക് തന്നെ നമ്മൾ പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം കുറച്ചൊക്കെ തുപ്പി കളഞ്ഞു. പിന്നെ ഞാൻ കുറച്ചൊക്കെ കുടിപ്പിച്ചു കേട്ടോ. കുഞ്ഞി പാലൊക്കെ കുടിക്കാണ്ട് കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിടക്കാറുണ്ട് കേട്ടോ കളിയൊക്കെ കഴിയുമ്പോഴത്തേന്. അപ്പം ഇപ്പോൾ ഇതാ പാൽ കുടിക്കുകയാണ്. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒരു ക്ഷീണമാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങുമൊന്നുമില്ല ഇപ്പോഴേ. പിന്നെ ഇതാ എൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് കളിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നി ഇവൾക്ക് വലിയ വേദന അങ്ങനെ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ രാത്രിയിലായിരിക്കും ചിലപ്പം വേദന എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനലിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേദന ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുന്നത്. വേദന എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനൊന്നും അല്ല. അപ്പോൾ ഇതാ എന്തായാലും ഇനിയിപ്പോൾ രാത്രിയിലെ കാര്യം നമുക്കറിയില്ല. അപ്പം നമ്മുടെ കല്ലൂട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചൂടുള്ളത് കാരണം ആ ഒരു ചെറിയ ഫാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കല്ലൂട്ടി ഉറങ്ങട്ടെ. അപ്പം നമ്മുടെ ഈ വാക്സിൻ്റെ നമ്മൾ ഇത്രയാക്കി നിർത്തുകയാണ് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുടെ കാണാം. ബൈ ബൈ, സീ യു.